So once again, welcome back to the session, everyone. So അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ വി വെയർ ഡിസ്കസിങ് അബൌട്ട് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് ആൻഡ് നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു, ഏരിയാസ് ഡിസ്കസ് ചെയ്തിരുന്നു, ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളതെല്ലാം. സോ സെയിം as that നമുക്കപ്പോൾ ഇന്ന് ചെയ്യാനായിട്ടുള്ളത് ഇറ്റ്സ് ഏരിയ ഓഫ് ഏതാണ് ഇന്റേണൽ കൺട്രോൾസ്. ആൻഡ് ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്ക് എക്സാമിന് മൾട്ടിപ്പിൾ രീതിയിൽ ഇന്റേണൽ കൺട്രോൾസിനെ ടെസ്റ്റ് ചെയ്യാം. വളരെ ബേസിക് ആയിട്ട് ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് മാത്രം കേസസ് വരാം. ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഡയറക്റ്റ് കൺട്രോൾസും അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയക്കകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് മൊത്തം ഒരു 6 സെറ്റ് ഓഫ് സിസ്റ്റംസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫുൾ സിസ്റ്റംസ് റിവൈസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തമായിട്ട് ആ 6 സിസ്റ്റംസ് ഒന്ന് വായിച്ച് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡിങ്സ് ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ആ 6 സിസ്റ്റത്തിൽ പഠിച്ച ഏതൊക്കെയായിരുന്നു? സെയിൽസ് സിസ്റ്റം ഉണ്ടായിരുന്നു, പർച്ചേസ് സിസ്റ്റം ഉണ്ടായിരുന്നു, ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ടായിരുന്നു, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു, ഇൻവെന്ററി ഉണ്ടായിരുന്നു, പേറോൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ മൊത്തം 6 സിസ്റ്റം ആയിരുന്നു പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ആ ഓരോ സിസ്റ്റത്തിനും നമുക്ക് വേണ്ട കൺട്രോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് നമുക്ക് സിനാരിയോയ്ക്കകത്ത് ഈ പറയുന്ന സിസ്റ്റംസ് തന്നിട്ടായിരിക്കും നമുക്ക് എന്തൊക്കെയാണ് സിനാരിയോയ്ക്കകത്തുള്ള ഡെഫിഷ്യൻസീസ് എന്ന് പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ വേണ്ട കൺട്രോൾസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ടാവുക. അതായത് നമുക്ക് അവിടെ കാണാൻ വരുന്ന കൺട്രോൾസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം പല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നെങ്കിൽ നിങ്ങളോട് മൾട്ടിപ്പിൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അത് സെയിൽസും പർച്ചേസും ഒരുമിച്ച് വന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ സിംഗിൾ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മൊത്തം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏത് രീതി വേണേലും ടെസ്റ്റ് ചെയ്യാവുന്ന ഏരിയ ആണ്. സോ വി മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ഓൾ ദി സിസ്റ്റംസ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റംസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് കോർ സിസ്റ്റംസ് ആയിട്ട് നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞിരുന്നു. കോർ സിസ്റ്റംസ് ഉദ്ദേശിക്കുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഒന്ന് സെയിൽസ് സിസ്റ്റത്തിൽ നിന്ന്, പെർച്ചേസ് സിസ്റ്റത്തിൽ നിന്ന്, പിന്നെ പേറോൾ. ഈ 3 സിസ്റ്റത്തിൽ നിന്നാണ്. ഈ 3 സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കാറുള്ളത് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ക്യാഷ് ആൻഡ് ബാങ്ക് ചോദിക്കാറുണ്ട്. R&D അല്ലെങ്കിൽ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഈ ഇൻവെന്ററി അതേപോലെ തന്നെ ബാങ്ക് ഒക്കെ ചോദിക്കുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ചിലപ്പോൾ ചോദിക്കാം. ബട്ട് എന്താണേലും പെർച്ചേസും സെയിൽസും പ്ലസ് പേറോള് ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 3 സിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക എല്ലാവരും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഒരു ബേസിക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് ഇത് എങ്ങനെയായിരുന്നു ചോദിക്കുന്നത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക ഡെഫിഷ്യൻസി ആയിരിക്കും. ആദ്യമേ ആ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് ചോദിക്കും. രണ്ടാമതായിട്ട് എന്തായിരിക്കും ചോദിക്കുക? ആസ് ആൻ ഓഡിറ്റർ നമ്മളോട് റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട് പറയും. മൂന്നാമതായിട്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതാൻ പറയും. ഇങ്ങനെ 3 കാര്യങ്ങളായിരിക്കും നമ്മളോട് എക്സാമിനോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഓരോ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ട കൺട്രോൾസ് എന്ന്. സിനാരിയോയ്ക്കകത്ത് കൺട്രോൾസ് ഇല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ശരിക്കും വേണ്ട കൺട്രോൾസ്? അതില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെഫിഷ്യൻസി എന്ന് വിളിക്കുക. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് കമ്പനിയുടെ സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്ന്. നമ്മൾ പഠിച്ചിരുന്നു കമ്പനിയുടെ എല്ലാ സെയിൽസ് ഓർഡേഴ്സും മാൻഡേറ്ററി ആയിട്ടും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം എന്ന്. അപ്പൊ സിനാരിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അത് പിക്ക് ചെയ്യുക ഫസ്റ്റ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് പിക്ക് ചെയ്യുക? നിങ്ങൾ നേരെ സെയിൽസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ് എന്നുള്ളതിനായിരിക്കും ഡയറക്ട്ലി സിനാരിയോയ്ക്കകത്ത് പിക്ക് ചെയ്യുന്നത്. അപ്പൊ ഡെഫിഷ്യൻസി എഴുതുന്ന സമയത്ത് ആദ്യം എപ്പോഴും എന്ത് ചെയ്യണം? സിനാരിയോയ്ക്കകത്തുള്ള ഡെഫിഷ്യൻസി എന്താണോ ആ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? വൈ ഇറ്റ്സ് എ ഡെഫിഷ്യൻസി. എങ്ങനെയാണ് അത് ഡെഫിഷ്യൻസി ആയത്, അല്ല എന്തുകൊണ്ടാണ് അത് ഡെഫിഷ്യൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് അത് കാരണം കൊണ്ട് വന്ന ഇമ്പാക്ട് എന്താണോ ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്ന് പറയാം. കമ്പനിയുടെ പേര് ആ ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഇമ്പാക്ട് എന്താണ്, അവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് മോശമായ രീതിയിൽ എന്നുള്ളത് ലോജിക്കലി ആലോചിച്ച് നോക്കാം. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യൽ നമ്പേർഡ് അല്ല. നമ്മൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക. സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യൽ നമ്പേർഡ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം? അപ്പൊ നമുക്ക് മനസ്സിലായി സെയിൽസ് ഓർഡർ സീക്വൻഷ്യൽ നമ്പേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെയിൽസ് ഓർഡർ കമ്പനിയുടേത് നമ്മുടെ കമ്പനിയുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമറിന്റെ ഓർഡേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും.
ആ ഓർഡർ അൺഫുൾഫിൽഡ് ആയി പോകും. കസ്റ്റമർ എന്താവാൻ ചാൻസ് ഉണ്ട്? ഡിസ്സാറ്റിസ്ഫൈഡ് ആവാൻ ചാൻസ് ഉണ്ട്, കസ്റ്റമർ ഓൺ ടൈം പ്രൊഡക്റ്റ് കിട്ടാത്തതുകൊണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു പ്രശ്നമുള്ളതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ പോയി കഴിഞ്ഞാൽ കസ്റ്റമറിന് സാധനം കിട്ടില്ല. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് കസ്റ്റമർ തരാനുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടാണ്ടാവും, അതായത് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ സിനാരിയോക്കകത്ത് ഐഡന്റിഫിക്കേഷൻ ഫാക്ടർ എടുക്കുക. ഐഡന്റിഫിക്കേഷൻ എന്തായിരിക്കും പറയുന്നത്? ഓൾ സെയിൽസ് ഓർഡേഴ്സ് ഓഫ് അലൻ കമ്പനി ഈസ് നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണം. Therefore, if any of the sales orders have gone missing, Allen Company will not be able to trace unfulfilled customer orders. The customer will not receive products on time. They will be dissatisfied and there will be loss of revenue for the company. Impact ആയി. ഇങ്ങനെ സിനാരിയോക്കകത്തുള്ള എന്താണോ ഡെഫിഷ്യൻസി അത് കൃത്യം ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് ഡെഫിഷ്യൻസി ആയെന്ന്. അത് കാരണം കൊണ്ട് നമ്മുടെ കമ്പനിയിൽ വന്നേക്കുന്ന ഇമ്പാക്ട് എന്താണോ, ഇമ്പാക്ട് എന്താണെന്നുള്ളതും പ്രോപ്പർലി പറയണം. ക്ലിയർ ആയോ? ഓക്കെ. റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആര് ഫോളോ ചെയ്യേണ്ട റെക്കമെൻഡേഷനാണ് നമ്മളിവിടെ പറയേണ്ടത്? ഈ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എടുക്കേണ്ട ആക്ഷൻ ആയിരിക്കും. മാനേജ്മെന്റ് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളതായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ നമ്മൾ എപ്പോഴും റെക്കമെൻഡേഷൻ കൊടുക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഡെഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? വാട്ട് നീഡ്സ് ടു ബി ആക്ച്വലി ഡൺ. ഇവിടെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ. അപ്പം ഇവരെന്താണ് ചെയ്യേണ്ടത്, മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ എന്ന് പറയാം. അത് എപ്പോഴും ഓർത്ത് വെക്കാൻ മാറിപ്പോരുത്. ഇന്നലെ നമ്മൾ റിസ്കിന്റെ റെസ്പോൺസ് എഴുതിയ സമയത്ത് അവിടെ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ പറയേണ്ടത് ആരുടെ ആക്ഷൻ ആയിരിക്കണം? മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. അപ്പോൾ മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? ഇനി അങ്ങോട്ട് സെയിൽസ് ഓർഡേഴ്സ് എല്ലാം സീക്വൻഷ്യലി നമ്പർ ചെയ്യണം, സീക്വൻസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യണം, ബ്രേക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ അത് വേണം നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ എന്താ റെക്കമെൻഡേഷൻ ആയിട്ട് പറയേണ്ടത്? എങ്ങനെ റെക്കമെൻഡേഷൻ എഴുതേണ്ട? അപ്പോൾ എന്താ പറയേണ്ടത് ഇവിടെ? All sales orders of Allen Company should be sequentially numbered and a sequence check should be performed to identify any sequence breakages. Clear ആയോ? Yes, sir. Okay. ആൻഡ് റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി എഴുതേണ്ട ടെസ്റ്റ് ഓഫ് കൺട്രോളാണ്. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ഓഡിറ്ററായി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ഇത് ആരുടെ ആക്ഷൻ ആയിരിക്കും? ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഓഡിറ്റേഴ്സ് ആക്ഷൻ. ഓഡിറ്ററായ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. അതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ വ്യത്യാസം. റെക്കമെൻഡേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്താണെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ഓഫ് കൺട്രോളിൻ്റെ അകത്ത് ഓഡിറ്ററായ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ് വന്നു. നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്യണം, ഓഡിറ്ററായി നിങ്ങൾ കുറച്ച് ഡെഫിഷ്യൻസീസ് സിനാരിയോക്കകത്തുള്ള കണ്ടുപിടിച്ചു. എന്നിട്ട് നിങ്ങൾ മാനേജ്മെന്റിനോട് പറഞ്ഞു ദേ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് മാനേജ്മെന്റിനോട് പറഞ്ഞു നിങ്ങൾ അത് ഓവർകം ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? റെക്കമെൻഡേഷൻ കൊടുത്തു. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലുകയാണ്. നിങ്ങൾക്കറിയണം നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണോ അത് ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പം നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻസ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് വിളിക്കുക. അപ്പം ലിറ്ററലി നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻ എന്താണോ അതായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യമേ പ്രൊസീജിയർ എഴുതും, ദെൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എഴുതും, പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ളതും പറയും. സോ പ്രൊസീജിയർ എഴുതണം, ഡോക്യുമെന്റിൽ ഇൻഫർമേഷൻ എഴുതണം, പേർപ്പസ് എഴുതണം. സോ ബേസിക്കലി ദിസ് ഈസ് നത്തിങ് ബട്ട് ദ സെയിം ഫോർമാറ്റ് ഫോർ ഏതിന്റെ ഫോർമാറ്റ് ഏത്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഇവിടെ നമ്മുടെ പർപ്പസ് മാറും. അതായത് നമ്മൾ ഇന്നലെ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എഴുതാൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് കമ്പനിയിൽ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് പർപ്പസ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാന്നുള്ളതാണ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കൊടുത്ത റെക്കമെൻഡേഷൻ എന്താണ്? നിങ്ങൾ പറഞ്ഞു എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യൽ നമ്പേർഡ് ആയിരിക്കണം എന്ന്. അപ്പം എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യൽ നമ്പേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുക. അപ്പം പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. പർപ്പസ് വിൽ ബി ഓൾവേസ് ടു ടെസ്റ്റ് ദ റെക്കമെൻഡേഷൻ. ഓക്കെ, നിങ്ങൾ കൊടുത്ത റെക്കമെൻഡേഷൻ ഏതാണോ, അതായത് കൺട്രോൾ ടെസ്റ്റിംഗ് എന്നുള്ളതായിരിക്കും നമ്മുടെ പർപ്പസ് എന്ന് പറയാം. കൺട്രോൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും പേർപ്പസ്. പ്രൊസീജിയർ ഏതാണോ അത് സിനാരിയോക്കകത്ത് എൻക്വയറിയോ ഇൻസ്പെക്ടോ ഒബ്സർവോ റീകാൽക്കുലേറ്റോ
അഷ്വറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസസിങ് എന്നുള്ള ടൈം അങ്ങനെയുള്ള ഏത് ടൈം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏത് ഡോക്യുമെന്റിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ റെക്കമെൻഡേഷൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ എക്സാമ്പിൾ നമ്മൾ പർച്ചേസ് ഓർഡറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഡോക്യുമെന്റ് തന്നെ ആയിരിക്കും പർച്ചേസ് ഓർഡർ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും പറയാം, ലോജിക്കലി ആലോചിച്ച് നോക്കുക. നമുക്കറിയേണ്ടത് സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യൽ നമ്പേർഡ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? റിവ്യൂ എ സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദേ ആർ സീക്വൻഷ്യലി നമ്പേർഡ്. അപ്പം റിവ്യൂ എന്ന് പറയുമ്പോൾ പ്രൊസീജിയറായി, സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ. അത് സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വന്നാലായിരിക്കും നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുക. മനസ്സിലായോ? ഇസ് ക്ലിയർ എവരിവൺ? Yes, sir. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ മന്ത്ലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാണ് ബാങ്ക് റീകൺസിലേഷൻ ഇസ് നോട്ട് പെർഫോംഡ് ഓൺ മന്ത്ലി ബേസിസ്. നമ്മൾ സിനാരിക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് ഡെഫിഷ്യൻസി ആവുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് therefore in case of any errors in the bank balance will not be identified and corrected on timely basis and possibility of having fraudulent transactions will increase leading to mistakes in the financial statements. റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് അവർ ചെയ്യാത്ത എന്താണെന്നുള്ള ആലോചിച്ച് നോക്കുക. എന്താ ചെയ്യാത്തേ? ബാങ്ക് റീകൺസിലേഷൻ മന്ത്ലി ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? അത് മന്ത്ലി ചെയ്യണം. അപ്പോൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുക, the bank reconciliation should be performed on monthly basis and need to be reviewed by a senior official. അപ്പോൾ നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്തു. ഇനി ഇവിടെ ആലോചിച്ച് നോക്കാം, നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബാങ്ക് റീകൺസിലേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് എന്താ? ബാങ്ക് റീകൺസിലേഷൻ ആയിരിക്കും. നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? കൺട്രോൾ ഉണ്ടോ എന്നുള്ളതാണ്. കൺട്രോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? റീകൺസിലേഷൻ മന്ത്ലി ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ടെസ്റ്റ് ചെയ്യുക? റിവ്യൂ copies of bank reconciliation in order to confirm whether they are prepared on monthly basis and reviewed by a senior official. Clear ആയോ? Yes, sir. Okay. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് വരുന്നുണ്ടാവുക. ഇതിന് പുറമെ നമ്മളോട് എക്സാമിനോട് ചോദിക്കുന്ന അടുത്ത കേസാണ് they will ask us for direct controls. അതേപോലെ തന്നെ നമ്മളോട് എന്തും ചോദിക്കും? ഡയറക്റ്റ് കൺട്രോൾസിന്റെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസിനും ചോദിക്കും. സോ ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഡെഫിഷ്യൻസി ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്തായിരുന്നു? കൺട്രോളിൻ്റെ അകത്തുള്ള വീക്ക്നെസ്സിനെ കുറിച്ചായിരുന്നു. ഡയറക്റ്റ് കൺട്രോൾസ് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? സ്ട്രെങ്ത് ഇൻ കൺട്രോൾ ആയിരിക്കും. കൺട്രോളിൻ്റെ അകത്തുള്ള പവറിനെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. സോ ഡെഫിഷ്യൻസീസ് എഴുതിയ സമയത്ത് നിങ്ങൾ കൺട്രോളിൻ്റെ അകത്തുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് പിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൺട്രോൾസിൽ എന്തൊക്കെയാണ് നല്ലതായിട്ടുള്ളതെന്നാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് കൺട്രോൾസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? സ്ട്രെങ്ത്. എന്തൊക്കെയാണോ സ്ട്രെങ്ത് സിനാരിക്കകത്ത് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? വൈ ഇറ്റ്സ് എ സ്ട്രെങ്ത്, എന്തുകൊണ്ടാണ് അത് നല്ലതായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് എന്ത് ചെയ്യുക? ഇത് കാരണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർ എൻറ്റിറ്റി. ഓക്കെ, മെയിൻലി എൻറ്റിറ്റിയുടെ മേലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലുള്ള ഇമ്പാക്ട് ആയിരിക്കും പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ഡയറക്റ്റ് കൺട്രോൾസ് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്തത്, പോസിറ്റീവ് ഇമ്പാക്ട് എന്താണെന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ നമ്മുടെ ഈ സൈഡ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ച് മിനിറ്റ് എടുത്ത സെയിം എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം. ബാങ്ക് റീകൺസിലേഷൻ മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും ഇവിടെ പറയാം. അതുകൊണ്ട് തന്നെ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ടൈംലി ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രോഡിനുള്ള പോസിബിലിറ്റി കുറയും. അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബാങ്ക് ബാലൻസ് അണ്ടർസ്റ്റേറ്റഡ് ആവത്തില്ല, അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവത്തില്ല. അതാണ് ഡയറക്റ്റ് കൺട്രോൾ. അതേ കുറച്ച് മുന്നേ നെഗറ്റീവ് ആക്കി പറഞ്ഞ കാര്യം നേരെ ഉൾട്ടയായിട്ട് എഴുതിയാൽ മതി. നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ അലൻ കമ്പനി ഈസ് പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ്. Therefore, any errors in the bank balance will be identified and corrected on timely basis, and the bank balance will not be under or overstated. Clear ആയോ? ഓക്കെ, ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്തായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഇവരെന്താണ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സ്ട്രെങ്ത് അതുണ്ടോ എന്നുള്ളത് തന്നെയായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിവിടെ ആദ്യമേ പ്രൊസീജിയർ എഴുതണം. നമുക്ക് എന്താണ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എഴുതണം. നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്താണ് അത് എഴുതുക. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന പേർപ്പസ് എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ശ്രദ്ധിക്കുക. അതായത് സെയിം as ദാറ്റ് ഓഫ് ദി അബവ് ഫോർമാറ്റ്. ഇവിടെ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സ്ട്രെങ്ത് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ പർപ്പസ് എന്ന് പറയുക. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനായിരിക്കും ഡോക്യുമെന്റ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ
എന്താണോ പേർപ്പസ് അതിനനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മുന്നേ പറഞ്ഞ സെയിം പ്രൊസീജിയറാണ് ഇവിടെ യൂസ് ചെയ്യാം. റിവ്യൂ കോപ്പീസ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് to confirm they are being prepared on monthly basis and are being reviewed by a senior official. Clear ആയോ? Yes, sir. ഓക്കെ. അപ്പം ഈ രീതിയിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കാം, ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിക്കാം. യു ഹാവ് ടു ബി വെരി മച്ച് ഫെമിലിയർ വിത്ത് ദിസ് പർട്ടിക്കുലർ ഫോമാറ്റ്. അതിന് പുറമെ ലോജിക്കലി ചിന്തിക്കുമ്പോൾ മാറിപ്പോരുത്. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുമ്പോഴത്തേനും ഓഡിറ്റർ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. സോ ദാറ്റ് മേക്സ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഓക്കെ. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമ്മളോട് എക്സാമിനർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഴ്സ് കമന്റിൽ. അതായത് നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ്, സോറി ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ആദ്യം നമ്മൾ ഡയറക്ട് കൺട്രോൾസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞേക്കാണ് ഇവിടെ ഡയറക്ട് കൺട്രോൾസും 3 ടെസ്റ്റ് ഓഫ് കൺട്രോൾസുമാണ് ചോദിച്ചിട്ടുള്ളത്. 3 ഡയറക്ട് കൺട്രോൾസ് ആൻഡ് 3 ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആണ് എക്സാമിനോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞേക്കാൻ നോക്കി. നിങ്ങളോട് പറയുന്നത് ഡയറക്ട് കൺട്രോൾസിന്റെ കേസിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഡയറക്ട് കൺട്രോൾസ് എന്തൊക്കെയാണ് എന്നുള്ള സിനാരിയോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ ഡയറക്ട് കൺട്രോൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ എഫ്എസിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുക, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കൊടുക്കുക. അവിടെ ആസ് എൻ ഓഡിറ്റർ നമുക്ക് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുക. ഇനി അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സിനാരിയോയ്ക്കകത്ത് എപ്പോഴും എത്രയാണോ നമ്മളോട് ചോദിക്കുന്ന ഡയറക്ട് കൺട്രോൾസ്, അത് കൂടുതൽ ഡയറക്ട് കൺട്രോൾസ് ഉണ്ടാവും. അപ്പോൾ എത്രയാണ് നിങ്ങളോട് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതായത് ഡയറക്ട് കൺട്രോൾസ് നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ 5 or 6 ഉണ്ടാവും സിനാരിയോയ്ക്കകത്ത്. പക്ഷെ നിങ്ങളോട് റിക്കമെൻഡ് പറഞ്ഞേക്കുന്നത് 3 നോക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം സിനാരിയോയ്ക്കകത്ത് കൺട്രോൾസ് ഉണ്ട്, അത് പക്ഷേ ഇഫക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ഡയറക്ട് കൺട്രോൾ ആയിട്ട് ട്രീറ്റ് ചെയ്ത് പകരം ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാവുള്ളൂ. അതായത് നിങ്ങളോട് പറഞ്ഞു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മന്ത്ലി, പക്ഷെ അത് റിവ്യൂ ചെയ്യുന്നില്ല. അപ്പം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, അത് റിവ്യൂ കൂടെ ചെയ്യണം. അപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ റിവ്യൂ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതിനെ കൺട്രോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാവുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സിനാരിയോ ഫുള്ള് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഓരോന്നും ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു, ആ സ്ട്രോങ്ങസ്റ്റ് വൺ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പർലി എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു മാത്രം എഴുതിയാൽ മതി. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ ഡയറക്ട് കൺട്രോൾസ് പിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൺട്രോൾ അപ്രോപ്രിയറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് നമുക്കറിയേണ്ടത് എഫ്എസിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണോ അതിനെ ഈ കൺട്രോൾ പ്രിവെന്റ് ചെയ്യും ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേ ഒരു കൺട്രോൾ സിനാരിയോയ്ക്കകത്ത് എക്സിസ്റ്റിംഗ് ആണെന്ന് നോക്കണം, അത് പ്രോപ്പർലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൺട്രോളിന്റെ എയിം എന്താണെന്നുള്ളത് പ്രോപ്പർലി ആലോചിച്ച് നോക്കാം. എക്സ്പ്ലനേഷൻ ഓരോ കൺട്രോളും സ്പെസിഫിക് ആയിട്ട് ആ കൺട്രോൾ എങ്ങനെയാണ് കമ്പനീനെ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ പറയണം. ഇപ്പൊ എല്ലാത്തിലും നിങ്ങൾ കോമൺ ആയിട്ട് ദിസ് വിൽ പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് എറർ എന്ന് മാത്രം പറയരുത്, എങ്ങനെയാണ് ഇത് ഫ്രോഡ് ആൻഡ് എറർ പ്രിവെന്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് സ്പെസിഫിക്കലി പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് റീകൺസിലേഷൻ മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പം ഫ്രോഡ് ആൻഡ് എറർ അത് കാരണം കൊണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് പറയാം, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്സോ ബാങ്ക് ബാലൻസിൽ വന്ന ടൈംലി ബേസിസിൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ കുറയും, എഫ്എസിന് അത് മിസ്റ്റേക്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ റീസൺ ആണ് നിങ്ങൾ പറയേണ്ടത്, അല്ലാതെ വേഗമായിട്ട് പറഞ്ഞു വെക്കരുത്, എല്ലാത്തിനും ഒരു കോമൺ എക്സ്പ്ലനേഷൻ മാത്രം എഴുതി കൺക്ലൂഡ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ആൻഡ് നിങ്ങളോട് പറയുന്നത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുന്ന സമയത്ത് ഇത് ആര് ചെയ്യേണ്ടതാണ്, ഓഡിറ്ററായ നമ്മൾ ചെയ്യേണ്ടതാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. അതുകൊണ്ട് പറഞ്ഞേക്കുന്നത് ഇവിടെ ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ദ ഓഡിറ്റേഴ്സ് ഷുഡ് ഡു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ മാനേജ്മെന്റ് എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ ലോജിക്ക് മനസ്സിൽ വെച്ചിട്ട് വേണം എഴുതി പോകാനായിട്ട്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് എപ്പോഴും റിലയബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ തന്നെ യൂസ് ചെയ്യുക. അതായത് ഇപ്പം മാക്സിമം എന്ത് ചെയ്യാം, എൻക്വയറി ഒക്കെ പറയാതെ ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പറയാം. അതുപോലെ തന്നെ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും മാറിപ്പോകരുത്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൻ്റെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഇന്റേണൽ കൺട്രോൾസ് ആണ്, സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. സോ രണ്ട് എൻഡിലാണ് നിൽക്കുന്നത്, രണ്ടും തമ്മിൽ വേറെ ബന്ധമില്ല.
ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൻ്റെ അകത്ത് നമ്മൾ ഇന്റേണൽ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യും, സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് ടെസ്റ്റ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ഡെഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഡെഫിഷ്യൻസി അവർ നമ്മളോട് പറയുന്നുണ്ട്. ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഹാഫ് മാർക്ക്, കമ്പനീനെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് പറയുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഹാഫ് മാർക്ക് കിട്ടും, റെക്കമെൻഡേഷന് 1 മാർക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. സിനാരിക്ക് അതുള്ള ഡെഫിഷ്യൻസി എന്താണ്, ഡെഫിഷ്യൻസിയുടെ പാർട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളോട് പറയുന്നത് ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടും ഡെഫിഷ്യൻസി കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് തരൂല അവർ. അപ്പോൾ എപ്പോഴും ഫോൾ പാരഗ്രാഫ് കോപ്പി പേസ്റ്റ് ചെയ്യരുത്, എന്താണ് ഡെഫിഷ്യൻസി അത് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ ഇത് പറഞ്ഞേക്കുന്നുണ്ടോ, ഇവർ പറയാണ് ഈ സെഷൻ്റെ അകത്ത് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു, ഇറലവൻ്റ് ആയിട്ടുള്ള കുറേ ഡെഫിഷ്യൻസീസ് പിക്ക് ചെയ്തെന്ന് പറയുന്നത്. അതായത് സിനാരിയോയ്ക്ക് അത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ഡെഫിഷ്യൻസി ആയിട്ട് എഴുതിയത്. പർച്ചേസ് ഓർഡേഴ്സിന് 4 പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി. പക്ഷെ പറയാണ് സിനാരിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ സിനാരിയോയ്ക്കകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾ മെൻഷൻ ചെയ്യാവുള്ളൂ. സിനാരിയോയ്ക്കകത്ത് പറയാത്ത കഥ കഥയിന്ന് എഴുതരുത്. അതേപോലെ തന്നെ നമ്മളോട് പറയാണ് കാൻഡിഡേറ്റ് എപ്പോഴും എന്ത് ചെയ്യണം, അവർ കമ്പനിയുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യേണ്ടതെന്നാണ് പറയേണ്ടത്. ഈ ഡെഫിഷ്യൻസീസ് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓരോ ഡെഫിഷ്യൻസീസും എങ്ങനെയാണ് കമ്പനിയിൽ ഇത് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് പറയണം. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇവിടെയും പറയാണ്, ഫ്രോഡ് അല്ലെങ്കിൽ എററിലേക്ക് ലീഡ് ചെയ്യുമെന്ന് മാത്രം എല്ലാത്തിനും എഴുതി വെക്കരുത്, എങ്ങനെയാണ് ഫ്രോഡ് അല്ലെങ്കിൽ എററിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അതായത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഇമ്പാക്ട് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന റെക്കമെൻഡേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലിയർലി നിങ്ങൾ എഴുതിയ ഡെഫിഷ്യൻസി എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് റെക്കമെൻഡേഷൻ തന്നെ കൊടുക്കുക. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കരുത്, എപ്പോഴും സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളോട് പറയാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ജസ്റ്റ് നിങ്ങൾ എന്തല്ല കൊടുക്കുന്നത്, എൻഷുർ ദാറ്റ് എന്നുള്ളതല്ല കൊടുക്കുന്നത്, പകരം മാൻഡേറ്ററി ആയിട്ട് അവർ എന്താണ് ചെയ്യേണ്ടത്, ദ ക്ലൈന്റ് മസ്റ്റ് ഡു ദാറ്റ്, ദേ ഷുഡ് ഡു ദാറ്റ് എന്നുള്ള രീതി വേണം എഴുതാനായിട്ട്. അപ്പം അവിടെ ഓപ്ഷൻ അല്ല അവർക്ക് നമ്മൾ കൊടുക്കുന്നത്, അവിടെ മാൻഡേറ്ററി ആയിട്ട് അവരോട് നമ്മൾ ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇനി എക്സാമിന് പറയുന്നുണ്ട്, പലപ്പോഴും എക്സാമിന് സെയിം കമന്റ് തന്നെയാണ് പറയുന്നത്, ഈ പർട്ടിക്കുലർ അറ്റംപ്റ്റിലെ കുട്ടികളുടെ പെർഫോമൻസ് മോശമായിരുന്നു എന്നാണ് എക്സാമിന് പറയുന്നത്. കാരണം പലരും ടെസ്റ്റ് ഓഫ് കൺട്രോൾ കൊണ്ട് എഴുതി വെച്ചു എന്ന് പറഞ്ഞു, റെക്കമെൻഡേഷൻ ചോദിച്ചു അത്. അപ്പോൾ സിനാരിക്കകത്ത് നിങ്ങൾ പ്രോപ്പർലി നോക്കുക എന്താണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സോ ഡെഫിഷ്യൻസി ആണെങ്കിൽ എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും, നമ്മളോട് ചോദിക്കുക റെക്കമെൻഡേഷൻ ആയിരിക്കും. കാരണം ഡെഫിഷ്യൻസി തന്നെ നമ്മുടെ അടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. നമുക്കറിയേണ്ടത് കൺട്രോൾസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം കൺട്രോൾസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി കൺട്രോൾസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡെഫിഷ്യൻസീസ് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അവിടെ നമ്മൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട കറക്റ്റീവ് ആക്ഷൻസ്, റെക്കമെൻഡേഷൻസ് എന്നുള്ളതായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എഗെയിൻ ഇവിടെ ആലോചിക്കുക, ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഓഡിറ്റേഴ്സ് എടുക്കേണ്ട ആക്ഷനാണ്, മാനേജ്മെന്റ് ചെയ്യേണ്ടതല്ല. അതേ സ്ഥാനത്ത് ഇവിടെ നമ്മളോട് ചോദിക്കുന്ന റെക്കമെൻഡേഷൻ ആണ്. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ ആര് ചെയ്യേണ്ടതാണ്, മാനേജ്മെന്റ് ചെയ്യേണ്ടതാണ്, ഓഡിറ്റർ ചെയ്യേണ്ടതല്ല. അപ്പോൾ അത് മാറിപ്പോരുത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഓഡിറ്റ് റെസ്പോൺസ് ആര് ചെയ്യേണ്ടതാണ്, ഓഡിറ്റർ ചെയ്യേണ്ടതാണ്. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഓഡിറ്റർ ചെയ്യേണ്ടതാണ്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ ചെയ്യേണ്ടതാണ്. റെക്കമെൻഡേഷൻ ആര് ചെയ്യേണ്ടതാ, മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. നമ്മൾ ലാസ്റ്റ് ഡേ ഷെയർ ചെയ്ത പുതിയ കിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെയുള്ള സിൽവർ കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കാരണം നമ്മളോട് അവിടെ ബേസിക് ആയിട്ട് 8 ഡെഫിഷ്യൻസീസും 8 റെക്കമെൻഡേഷൻസും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ യു ക്യാൻ ഡു ദ സെയിം ക്വസ്റ്റ്യൻ ലേറ്റർ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പെട്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിനകത്ത് ഓൾറെഡി 3 സിസ്റ്റംസ് കവർ ആവുന്നുണ്ട്. സോ അവിടെ നമ്മളോട് പേറോൾ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സെയിൽസ് ചോദിക്കുന്നുണ്ട്, പർച്ചേസ് ചോദിക്കുന്നുണ്ട്. അതിന് നല്ലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ ബോത്ത് ഡയറക്റ്റ് കൺട്രോൾസും ചോദിക്കുന്നുണ്ട്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും ഈ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ കവർ ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സിസ്റ്റംസും കവർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സിനാരിയോ വായിക്കുക. സിനാരിയോ വായിച്ചിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഈ സിനാരിയോക്കകത്ത് നിന്ന് ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷൻസും ഡയറക്റ്റ് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും പിക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ഭയങ്കരമായ രീതിയിൽ പോവും. കാരണം റിക്വയർമെന്റിന്റെ അകത്ത് നമ്മൾ സ്പീഡിൽ നോക്കുമ്പോൾ 5 ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും അതുപോലെ തന്നെ 3 ഡയറക്റ്റ് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും എഴുതണം എന്നുള്ള ധൃതിയിൽ നിങ്ങൾ എല്ലാത്തിൻ്റെ അകത്ത് നമ്മൾ പിക്ക് ചെയ്ത് എഴുതും. പക്ഷെ അവർ വൃത്തിക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ റെസ്പെക്ട് ഓഫ് ദി പേറോൾ സിസ്റ്റം ഓഫ് പെട്ര കമ്പനി
3 ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും എഴുതാൻ. ആൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് പെട്ര കമ്പനി സെയിൽസ് ആൻഡ് പർച്ചേസസ് ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷൻസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കാണ്ട് പേറോളിന്റെ അകത്തുനിന്ന് ഒരെണ്ണം എഴുതി, ഒരു ഡയറക്ട് കൺട്രോൾ സെയിൽസിൽ നിന്ന് എഴുതി, ഒരു ഡയറക്ട് കൺട്രോൾ പർച്ചേസിൽ നിന്ന് എഴുതി, മാർക്ക് കിട്ടുമോ? ഇല്ല. ആകെ ഫസ്റ്റ് വൺ പേറോളിൽ എഴുതിന് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. സെയിം ആസ് ഡെഫിഷ്യൻസീസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പേറോൾ സിസ്റ്റത്തിലെ ഡെഫിഷ്യൻസീസും കൂടെ എഴുതി, മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേറോളിലെ ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും വേണം, അതേപോലെ തന്നെ സെയിൽസ് ആൻഡ് പർച്ചേസ് സിസ്റ്റത്തിലെ 5 ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷനും വേണം എന്ന്. അപ്പൊ അവർ പറഞ്ഞത് എന്താണോ അത് തന്നെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെ മാർക്ക് കിട്ടത്തില്ല. പറഞ്ഞു മനസ്സിലായോ? Yes. ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്തേ, പ്ലീസ് ടേക്ക് യു ടൈം. പെട്ര എന്ന് പറയുന്ന ക്വസ്റ്റൻ എടുക്കുക, പേറോൾ സിസ്റ്റം വായിക്കുക, അതിൻ്റെ അകത്ത് ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും കണ്ടുപിടിക്കുക. ദെൻ നമ്മുടെ സെയിൽസും പർച്ചേസും എടുക്കുക, അവിടുത്തെ ഡെഫിഷ്യൻസീസും അതേപോലെ തന്നെ അവിടെ കൊടുക്കേണ്ടി വരുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യുക. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റൻ എവരിവൺ. സ്റ്റാർട്ട് ചെയ്തു. സോ നോക്കി, ഇറ്റ് ഈസ് 1st July 2015. Petra Company is a company listed on stock exchange. It manufactures handbags which it supplies to retailers across the country. The company's year end is 30th September 2015. You are the audit supervisor with Babylon and Co. preparing the draft audit programs and reviewing the internal controls documentation in preparation for the forthcoming interim audit. First of all, regarding the payroll system, Petra Company employs factory staff who are paid based on the number of hours worked. They are paid in cash on weekly basis due to commercial reasons. The staff each have a unique clock card which they use to enter and exit factory at the beginning and end of the shift. And this process is supervised by a security staff. The clock card system and the payroll system are linked. The payroll system automatically calculates the gross and net pay along with relevant deductions and generates employee pay slips. The payroll supervisor selects a sample of pay slip, reperforms the gross to the net pay calculation and investigate any discrepancies. The sample payroll slips are then signed as an evidence for this review. The factory staff receive an annual inflation-based pay increase every April. The revised hourly wage rate are communicated to the payroll department. The revised pay rates are entered into the system in April by the payroll clerk, and each entry is checked by senior clerk for the input errors prior to processing the weekly wages. The senior clerk signs a payroll listing of factory staff employees, which includes the revised hourly rate as evidence for undertaking this review. The members of the payroll department produce the cash pay packets. One member is responsible for preparing for the payroll packets by the reference to the pay slips generated by the system. Second member recounts the contents of the finished pay slips and confirms that this agrees to the pay slip. Both members of the staff are required to sign the weekly payroll listing on the completion of this task. പറയടാ, എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇവിടെ ഉള്ളത്? അല്ലെങ്കിൽ ഇവിടെ ഇഷ്യൂസ് അല്ലായിരുന്നു, നമുക്ക് സ്ട്രെങ്ത് ആയിരുന്നു കണ്ടുപിടിക്കണം. അപ്പൊ എന്തൊക്കെ ഇവിടെ സ്ട്രെങ്ത് ഉള്ളത്? എന്തൊക്കെ സ്ട്രെങ്ത് ഉള്ളത്? എതാ ഒന്നുകൂടെ പറയോ? പേറോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്, ഗ്രോസും നെറ്റും. ഓക്കെ, പേറോൾ സിസ്റ്റം ഗ്രോസ് ആൻഡ് നെറ്റ് പേ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓക്കെ സ്ട്രെങ്ത് ആണ്. അതിനെ അസോസിയേറ്റ് ചെയ്ത് തന്നെ വേറെ എന്തെങ്കിലും സ്ട്രെങ്ത് ഉണ്ടോ ഉണ്ടെങ്കിൽ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി. അവിടെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനേക്കാളും ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പിൾ ഓഫ് കാൽക്കുലേഷൻസ് റീപെർഫോം ചെയ്ത് നോക്കുന്നുണ്ട് അല്ലേ? സാമ്പിൾ ഓഫ് ഗ്രോസ് ആൻഡ് നെറ്റ് പേ കാൽക്കുലേഷൻസ് റീപെർഫോം ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടോ എന്ന്. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. സോ എന്താ അവിടെ വരുന്ന സ്ട്രെങ്ത്? എന്താ അവിടെ വരുന്ന സ്ട്രെങ്ത് എന്തായിരിക്കും? അതായത് ഇവർ പറഞ്ഞില്ലേ ഗ്രോസ് ആൻഡ് നെറ്റ് പേ റീകാൽക്കുലേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ വരുന്ന സ്ട്രെങ്ത് എന്തായിരിക്കും? എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈംലി ബേസിസിൽ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും? കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വേജസ് ആൻഡ് സാലറി എന്തായിരിക്കത്തില്ല? അണ്ടർസ്റ്റേറ്റഡ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവത്തില്ല. ശരിയല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. നമുക്കത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഏത് രീതിയിലായിരിക്കും നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക?
എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? സൈൻ ചെയ്തിട്ടുള്ള സ്ലിപ്സ് ഓതറൈസേഷൻ ഓതറൈസേഷൻ എന്നുള്ളതല്ല, നമുക്കറിയേണ്ടത് ഇവർ പേ സ്ലിപ്സ് റീകാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ലേ. അപ്പം സാമ്പിൾ ഓഫ് പേ സ്ലിപ്പിന്റെ റീകാൽക്കുലേഷൻ ഫോംസ് നോക്കാം നമുക്ക് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം? പേറോൾ സൂപ്പർവൈസർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാം. എവിഡൻസ് ഓഫ് സൈൻ ഉണ്ടോ എന്നുള്ളത്, അത് റിവ്യൂ ഓഫ് കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഡെഫിഷ്യൻസി പറയുമ്പോൾ എന്ത് പറയാ, സോറി സ്ട്രെങ്ത് പറയുമ്പോൾ എന്ത് പറയാം? നിങ്ങൾ സെയിം പോയിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് പറയാം. ദ പേറോൾ സൂപ്പർവൈസർ റീകാൽക്കുലേറ്റ്സ് സാമ്പിൾ ഓഫ് payroll calculation including the gross and net pay. Therefore, any errors in the payroll processing will be identified on timely basis and corrected, due to which the wage rate paid will not be under or over, resulting in payroll balances not being understated or overstated. നമുക്ക് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറയാം. ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് പേ സ്ലിപ്പ് റീകാൽക്കുലേഷൻസ് and confirm whether it has been signed by the payroll supervisor in order to confirm that the calculations are performed on monthly basis and are being reviewed on timely basis. Clear ayo? Clear ayo? Yes, sir. Okay. Where എന്താണ് ഉള്ളത്? സ്ട്രെങ്തോ ഡെഫിഷ്യൻസിയോ എന്താ ഉള്ളത് ഇവിടെ? സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ എന്താ ഉള്ളത്? വേറെ ഫ്ലോ കാർഡ് സ്ട്രെങ്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് ഫ്ലോ കാർഡ് ഒക്കെ എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ്. അതായത് നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ബ്രോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലൊക്കെ പല പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഡെഫിഷ്യൻസി കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് ക്ലോക്ക് കാർഡ് ഫാക്ടറിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവർ സ്വൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രോസസ്സ് സൂപ്പർവൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്നത്. പക്ഷെ അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, എംപ്ലോയീസ് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ക്ലോക്ക് കാർഡ്സ് സ്വൈപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് അത് സൂപ്പർവൈസും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫ്രോഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് എപ്പോഴും പറയാറുള്ളത് എന്തായിരുന്നു? Fictitious. അവർ ഫിക്ടീഷ്യസ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണമെന്നില്ല. അതായത് ഇവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഓഫീസിൽ പ്രസന്റ് അല്ലാത്ത ആളുകളുടെയും കാർഡ്സ് ബൈ ദ ഹെൽപ്പ് ഓഫ് കൊളീഗ്സ് അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സ്വൈപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ വർക്ക് ചെയ്യാത്ത അവേഴ്സിനും കൂടെ വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതിവിടെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ പേറോൾ ചാർജസ് ഉണ്ടാവത്തില്ല, ഓവർ സ്റ്റേറ്റഡ് ആവത്തില്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് പറയാം? നിങ്ങൾ സെയിം കാര്യം തന്നെ പറയാം. ദ ക്ലോക്ക് കാർഡ്സ് ആർ swiped by the employees at the beginning and end of the shift, and this is being reviewed by a supervisor. Therefore, the employees will be able to swipe only their own cards, and none of the employees will swipe their card without their actual presence, due to which this will avoid fraudulent transactions and payroll charges will not be overstated. നമുക്ക് എങ്ങനെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? നമുക്കറിയേണ്ടത് എന്താ? എല്ലാ എംപ്ലോയീസും അവർ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്, അത് ഒരാൾ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുക? സിമ്പിൾ ആയിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഒന്നെങ്കിലും എന്ത് ചെയ്യാം? സൂപ്പർവൈസർ പ്രസന്റ് ആണെന്നുള്ള വേണം സ്റ്റാഫിനോട് ചോദിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിനും നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരാളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്തായിരിക്കും? പോയി കണ്ട് മനസ്സിലാക്കാന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പ്രോസസ് എന്താന്നുള്ളത് ഒബ്സർവ് ചെയ്താൽ പോരെ? ഓക്കെ. കാരണം ഇത് റെഗുലർ ബേസിസ് നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോസസ് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഒബ്സർവ് ദ പ്രോസസ് ഓഫ് swipe in and swipe out to the factory in order to confirm that a supervisor is present to review the process. Clear ayo? Clear ayo mക്കളെ? Yes, sir. അടുത്ത ഇഷ്യൂ എന്താ? സോറി, അടുത്ത സ്ട്രെങ്ത് എന്താ? ഓവർ ഹിയർ എന്തെങ്കിലും സ്ട്രെങ്തോ ഡെഫിഷ്യൻസീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്ട്രെങ്ത് മാത്രം പിക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എന്താ സ്ട്രെങ്ത് ഉള്ളത് ഈ ഏരിയയിലെ? സിമ്പിൾ കാര്യമുള്ളൂ. എന്താ അവിടെ? അവിടെ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാം. പക്ഷെ അവിടെ സിമ്പിൾ ആയിട്ടുള്ള സാധനം പറഞ്ഞില്ല. നിങ്ങൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇൻഫ്ലേഷൻ ഒക്കെ പറഞ്ഞേക്കാം. അവർ പറഞ്ഞേക്കുന്നത് എന്തേ ഉള്ളൂ? ഇൻഫ്ലേഷൻ എംപ്ലോയീസിന്റെ സാലറി അവർ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. സാലറി കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റിവൈസ് ചെയ്ത റേറ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പേറോൾ ക്ലർക്കിനെ വെച്ചിട്ട് സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യിച്ചു. എന്നിട്ട് ഈ സീനിയർ ക്ലർക്ക് എന്ത് ചെയ്തു? ഈ പുതിയ വേജിൽ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ ക്ലർക്ക് ഇൻപുട്ട് ചെയ്ത് ഓരോന്നും കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തു.
ദെൻ നിങ്ങളോട് പറഞ്ഞു ഈ പേറോൾ ലിസ്റ്റിംഗിന്റെ അകത്ത് എന്നിട്ട് അയാൾ എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ റിവൈസ് ചെയ്തേക്കുന്ന വേജ് അവേഴ്സ് കറക്റ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട്. സിമ്പിൾ പോയിന്റ്. അവിടെ നമുക്കപ്പോൾ ഉള്ള സ്ട്രെങ്ത് എന്താ? പ്രോപ്പർ ഓതറൈസേഷൻ ഉണ്ടോ? പ്രോപ്പർ ഓതറൈസേഷൻ മാത്രമല്ല, അവിടെ എന്തുകൊണ്ട് റിവ്യൂ ഉണ്ട് അല്ലെ, റിവ്യൂ ഉണ്ട്. അപ്പം അവിടെ റിവ്യൂ ഉള്ളപ്പോൾ അവിടെ ഉണ്ടാകുന്ന മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻപുട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മുടെ വേജസ് ആൻഡ് സാലറി എന്താവില്ല, അണ്ടർ പേയ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ പറയാ ദ എംപ്ലോയീസ് സാലറി ഹാസ് ബീൻ റിവൈസ്ഡ് ടു റിഫ്ലക്ട് ദ ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് the clerk has inputted the new rates into the system and these are being reviewed and authorized by the signature of senior clerk. Therefore, any errors occurred while inputting the data into the system will be identified and corrected on timely basis, and wages and salaries paid to the employees will not be under or overpaid. എങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ? ഇവിടെ ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ? ഉണ്ട്, നോക്കടാ. ഏത് ഡോക്യുമെന്റ് അവർ സൈൻ ചെയ്യും എന്ന് പറഞ്ഞേ? പേറോൾ ലിസ്റ്റ്. പേറോൾ ലിസ്റ്റ് അല്ലേ? അപ്പൊ അതല്ലേ നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് രണ്ട് രീതി പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ പേറോൾ ലിസ്റ്റിന്റെ അകത്തുള്ള ഡേറ്റ എന്തുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം, പേറോൾ സിസ്റ്റത്തിലെ ഡേറ്റയായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയാം. എഗ്രി എ സാമ്പിൾ ഓഫ് ഡേറ്റ ഇൻ ദ പേറോൾ സിസ്റ്റം ടു ദ പേറോൾ ലിസ്റ്റിംഗ് ടു കൺഫേം ദാറ്റ് all the data has been inputted completely and accurately, and review the payroll list in order to confirm whether they are being signed and authorized by the senior clerk. Clear ayo? Clear ayo? Yes sir. Okay. Ini last paragraph il endha ullathu strength Segregation voting. Okay, simple point ആണല്ലേ. അവിടെ നമ്മളോട് പറഞ്ഞു അവിടെ പേറോൾ ഡിപ്പാർട്ട്മെന്റിൽ പേ പാക്കറ്റ്സ് 2 പേര് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഒരാൾ പേ പാക്കറ്റ്സ് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും, മറ്റേ ആൾ പേ സ്ലിപ്പുമായിട്ട് കൺഫേം ചെയ്യും എന്ന് പറഞ്ഞു. വീക്ക്ലി ബേസിസിൽ അവർ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോകും, അത് സൈൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയാൻ പറ്റുന്നത്, ദർ ഇസ് പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ബിറ്റ്വീൻ ദ സ്റ്റാഫ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് സർക്കുലേറ്റിംഗ് ദ പേ പാക്കറ്റ്സ്. Therefore, the possibility of having fraudulent transactions will be avoided. Clear ആയോ? ഓക്കെ, അപ്പം നമുക്ക് അതായിരിക്കും നമുക്ക് അവിടെ വരുന്ന ബെനിഫിറ്റ് എന്ന് പറയാം. ഇനി അവിടെ അതേപോലെ തന്നെ നമുക്ക് ഫൈനലി ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും, അവർ ഫാമിലി ആൻഡ് പേഴ്സണൽ മെമ്പേഴ്സിനൊന്നും ഇത് കൊടുക്കൂല, അതുകൊണ്ട് തന്നെ ഫ്രോഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇവിടുത്തെ നമ്മുടെ ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഇതിന് മുന്നേയും കുറേ പ്രാവശ്യം ഇങ്ങനത്തെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവരിത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് ചെയ്യാൻ പറ്റുക? ഒബ്സർവ് ചെയ്യാൻ പറ്റും രണ്ടുപേരും. Observe the process of preparing pay packets in order to confirm one member is preparing the pay packets and the second member recounts the content of the finished pay packets. Clear ayo? To ensure that there is proper segregation of duties. Clear ayo? Clear ayo? Yes. Yes sir. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള പേറോളിൻ്റെ സ്ട്രെങ്ത്. 4 പോയിന്റ്സ് എഴുതണം, പക്ഷേ നമ്മൾ വേണ്ട, നമുക്ക് ആ 4 ഐഡന്റിഫൈ ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഉറപ്പുള്ള 3 പോയിന്റ്സ് ഏതാണോ 3 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഈ സെയിൽസിൻ്റെ അകത്തുള്ള ഡെഫിഷ്യൻസീസ് ആണ് ചോദിച്ചേക്കുന്നത്. സെയിൽസിൽ നിന്നും പർച്ചേസിൽ നിന്നും കൂടെ മൊത്തം 5 ഡെഫിഷ്യൻസിയാണ് ചോദിച്ചേക്കുന്നത്. പെട്ര കമ്പനി ക്യാരീസ് ഔട്ട് ക്രെഡിറ്റ് ചെക്ക് ഫോർ ഓൾ ദി ന്യൂ കസ്റ്റമേഴ്സ്. അപ്പോൺ പാസിംഗ് ദിസ് ചെക്ക്, new customers are set up by the accounts clerk in receivables ledger master file, and credit limit is set by the finance director. The credit limit are only reviewed if the increase is requested by the customer. Petra company generates revenue through visit by members of the sales department to the customer premises. When customer places an order, sales staff check the customer is within the credit limit, and then that the inventory is available, then complete a 3-part pre-printed order form. 1 copy is left with the customer, 2nd copy is sent to the warehouse, and 3rd copy is sent to the finance department. The sales staff have monthly sales targets and are able to use the discretion in granting up to a maximum of 8%. No review is undertaken of the discounts granted. Para, എന്തൊക്കെ issues ഉള്ളത്? Simple points ആണ് എല്ലാം. ക്ലർക്കിന് റിസീവബിൾ ലെഡ്ജർ മാസ്റ്റർ ഫയലിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ക്ലർക്കിന് റിസീവ്ഡ് ലെഡ്ജർ മാസ്റ്റർ ഫയലിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ.
അവിടുത്തെ പ്രോബ്ലം എന്താ? ഫ്രോഡ്ലന്റ് ട്രാൻസാക്ഷൻ ഇൻക്രീസ് ആവും. ക്ലർക്ക് ചിലപ്പോൾ അത് പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കും. ഓൾറൈറ്റ്. അവിടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. ഓക്കെ. പിന്നെ Credit limit only reviewed request by customer. ഓക്കെ ഫൈൻ. നമുക്കിവിടെ ഏറ്റവും മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണ്? ക്രെഡിറ്റ് ലിമിറ്റ് റിവ്യൂ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ ചെയ്യണ്ടേ? അല്ല. അല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഒന്നെങ്കിൽ എന്തായിരിക്കും? ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലോവർ ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് ഫിക്സ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവും. അൺവാണ്ടഡ് ഡെപ്റ്റ്, ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവും. ലോവർ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവും. കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവും. അതായത് കസ്റ്റമേഴ്സ് അത്രയും പ്രൊഡക്ട്സ് വാങ്ങാണ്ടാവും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ലോസ് ഓഫ് റവന്യൂ. ഓക്കെ, നിങ്ങൾ അത് പറയാം. ദ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ്ഡ് ബൈ ദ ഫിനാൻസ് ഡയറക്ടർ are only updated or reviewed when the customer has requested. However, in this situation, there can be chances that the customer's credit limit will be either an upper limit or a lower limit, which might result in loss of revenue for the company and customer dissatisfaction. Also, there can be chances of having bad and doubtful debts. Recommendation കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? This should be reviewed. റെഗുലർ ബേസിസിൽ റിവ്യൂ ചെയ്യണം പറയാം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയണം? അപ്പൊ നിങ്ങൾ സെയിം കാര്യം പറഞ്ഞാൽ മതി. The credit limit should be authorized by the finance director itself. However, the credit limits once fixed should be reviewed regularly and updated whenever necessary. Clear ആയോ? Is that clear? Yes, sir. Yes, sir. Okay. പിന്നെ അടുത്ത എന്താ ഇഷ്യൂ? വേറെ എന്താ ഇഷ്യൂ? 3 part ആണ്. ഒരു പാർട്ട് ആർക്കാ പോവാത്ത ഇവിടെ? സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ എടുത്തിട്ട് 3 കോപ്പി പ്രിപ്പയർ ചെയ്യും. ഓർഡർ എടുത്തതിന്റെ ഒരെണ്ണം ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു? കസ്റ്റമറിന് തന്നെ കൊടുക്കും. ഒരെണ്ണം ഒരു ആർക്ക് കൊടുക്കും? ഒരെണ്ണം അക്കൗണ്ട്സിന് കൊടുക്കും. പക്ഷെ ആർക്ക് കൊടുക്കുന്നില്ല? സെയിൽസ് ഓർഡറിംഗ് ടീമിന് കൊടുക്കുന്നില്ല. അവര് അത് റീറ്റെയിൻ ചെയ്യാനാണ് കൊടുക്കുന്നത്. അപ്പൊ സെയിൽസ് ഓർഡറിംഗ് ടീമിന്റെ കയ്യിൽ വെക്കുന്നതിന്റെ പർപ്പസ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ്. അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ട്രേസ് ചെയ്യേണ്ടത് ആരാണ്? സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവർക്ക് ഈ കോപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ട്രേസ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ എന്ത് പറ്റും? കസ്റ്റമേഴ്സിന് ഓൺ ടൈം പ്രൊഡക്ട്സ് കിട്ടാണ്ട് വരും. സോ കസ്റ്റമേഴ്സ് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ എന്ത് പറയാം? The copy of sales order is not retained in the sales ordering department and only 3 copies are prepared. Therefore, the sales ordering department will not be able to trace unfulfilled customer orders, which may result in customers not receiving product on time. Customers will be dissatisfied and there will be loss of revenue for the company. Recommendation is very simple here. എന്താ recommendation കൊടുക്കേണ്ടത്? 4 part. നിങ്ങൾ എന്താ പറയാ? The sales orders should be prepared using a 4-part order form. And 1 copy should also be sent to the sales ordering department to review the unfulfilled sales orders. Clear ആയോ? Okay. പിന്നെ വേറെ എന്താ ഉള്ളത്? സിമ്പിൾ പോയിന്റ് ആണ് അടുത്തത്. യെസ്, സെയിൽസ് സ്റ്റാഫിന് ഡിസ്ക്രിഷണറി ഡിസ്കൗണ്ട്സ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സെയിൽസ് സ്റ്റാഫ് സീനിയർ ആയിട്ടുള്ള ഒരാളാണോ ഡിസ്ക്രിഷണറി ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ല. അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്തായിരിക്കും? കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ ഫാമിലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഹയർ ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി അവര് എലിജിബിൾ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ. അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? നമ്മളെന്ത് പറയാ? റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽ എന്ത് ചെയ്യണം എന്ന് പറയാ? ഈ പറയുന്ന ഡിസ്കൗണ്ട്സ് ഓരോന്നും ഓതറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്കൗണ്ട്സ് പ്രോപ്പർ ക്രൈറ്റീരിയയുടെ ബേസിസ് ഫിക്സ് ചെയ്യണം എന്ന് പറയാം. ഡിസ്ക്രിഷണറി അല്ലേ ഇവിടെ. അതിന് പകരം പ്രോപ്പർ ക്രൈറ്റീരിയയുടെ ബേസിസിൽ ഡിസ്കൗണ്ട്സ് ഫിക്സ് ചെയ്യണം എന്ന് വേണമെങ്കിലും പറയാം. നിങ്ങൾ എന്ത് പറയാം? ഓൾ ഡിസ്കൗണ്ട്സ് പ്രൊവൈഡഡ് ടു ദ കസ്റ്റമേഴ്സ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ എ സീനിയർ ഒഫീഷ്യൽ, ഓർ alternatively the discount should be based on certain criterias
and the discount should be offered only after meeting criteria by the customers. Clear ആയോ? Sir. The company has a purchasing department based at its head office. All members of this department have full access to the supplier master file data and are able to make changes. When goods are received from a supplier, they are processed by the warehouse team, who agree the delivery to the purchase order, checking the quantity and quality of the goods, and complete a sequentially numbered GRN. GRN are marched to the purchase orders and filed in the warehouse. On receipt of the purchase invoice from the supplier, payroll ledger clerk logs them into the payroll system using document count controls to ensure that the correct number of invoices has been input. പറയ് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്? All members have full access. Okay, to all master- members of the department are having full access to the master data file. അതേപോലെ തന്നെ നിങ്ങൾ മേലെയും പിക്ക് ചെയ്തിരുന്നു ഇവിടെ റിസീവ്സ് ലെഡ്ജർ മാസ്റ്റർ ഫയലിലേക്ക് ആക്സസ് ഉണ്ടെന്നുള്ളത് അല്ലേ? അപ്പം ഇവിടെ പിന്നെയും നമുക്കത് ഒന്നും കൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറയാം. കാരണം എന്താ, റിസീവബിൾസിന്റെ മാസ്റ്റർ ഫയലിലേക്കാണ് അവിടെ അക്കൗണ്ട്സ് ക്ലർക്കാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെയും നമുക്കത് പറയാം, ഇവിടെയും പറയാം. അതായത് ഇവിടെ മാസ്റ്റർ ഡേറ്റ ഫയലിലേക്കുള്ള ആക്സസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. മാസ്റ്റർ ഡേറ്റ ഫയലിലേക്കുള്ള ആക്സസ് എല്ലാവർക്കും കൊടുക്കാൻ പാടുള്ളതാണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ഓൺലി ടു Senior. സീനിയർ എംപ്ലോയി. Responsible. Senior responsible officer. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? Unauthorized. Errors under fraudulent activities. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് Changes ഉണ്ടാവാം. ഉണ്ടാവും. അപ്പോൾ അൺഓതറൈസ് ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ സപ്ലയറിന്റെ കേസിൽ സപ്ലയർക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട്സ് ആയിരിക്കും പേ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഫിക്ടീഷ്യസ് സപ്ലൈസിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. സോ ദേ വിൽ ബി അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഓർ സപ്ലയർ ഡിസാറ്റിസ്ഫാക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ, അവിടെ കൊടുക്കേണ്ട റെക്കമെൻഡേഷൻ വിൽ ബി വെരി സിമ്പിൾ. എന്താ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്? നിങ്ങൾ Restricted. Restrict ചെയ്യണം. access to the master Access. data file should be restricted and it should be allowed only for Responsible senior officer. responsible senior official, and any amendments made to the master data file Master data should be should be, reviewed and reviewed approved by the the- senior officials. Clear ആയോ? Yes. Okay. അടുത്ത സിമ്പിൾ പോയിന്റ്, അടുത്ത എന്താടാ? GRN പർച്ചേസ് ഓർഡറിലും വെയർഹൗസിലും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫിനാൻസിന് എക്സാക്ട്ലി അവർ പറഞ്ഞു ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ഡെലിവർ ആയി കഴിയുമ്പോഴത്തേനും ഇവർ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ GRN പർച്ചേസ് ഓർഡറും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ലത് തന്നെ. GRN അവർ പർച്ചേസ് ഓർഡർ ആയിട്ട് മാച്ച് ചെയ്തിട്ട് വെയർ ഹൗസിൽ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ GRN എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല? എന്തുമായിട്ട് GRN മാച്ച് ചെയ്യാത്തത്? Invoice. Supplier invoice. ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചായിരുന്നു പർച്ചേസ് നമ്മുടെ അക്കൗണ്ട്സ് ടീം അവിടെ കറക്റ്റ് ആയിട്ട് GRN ഇൻവോയ്സും കൂടെ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടാവണം. അതെന്തിനു വേണ്ടിയിട്ടാ? ടു എൻഷുർ ദാറ്റ് കമ്പനി ഈസ് പേയിങ് ഫോർ ദോസ് ഗുഡ്സ് ഓൺലി വിച്ച് ഹാവ് ബീൻ ഡെലിവേർഡ് ഇൻ ദ ഇയർ, അല്ലെങ്കിൽ ഡെലിവേർഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പീരിയഡ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? കമ്പനി മൈറ്റ് പേ ഫോർ ദ ഗുഡ്സ് വിച്ച് ദേ ഹാവ് നോട്ട് റിസീവ്ഡ്, റിസൾട്ടിങ് ഇൻ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അതിന് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? should be a 3-part form. The copy of GRN should be 3-part. One copy should be retained in the warehouse. One should be sent to purchase ordering department, and the final copy should be sent to accounts department or finance department to agree the goods received to the sales invoice. Clear ayo? Okay, and very finally simple point ആണ്, ലോജിക്കിൽ ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന പോയിന്റ് ആണ്. എന്താ ഉള്ളത്? നമ്പർ മാത്രം കൗണ്ട് ചെയ്യുന്ന വാല്യൂ കൺസിഡർ ചെയ്തിട്ടില്ല. യെസ്, അതായത് സപ്ലയറിന്റെ അടുത്ത് നിന്ന് കിട്ടിയ പർച്ചേസ് ഇൻവോയ്സ് അവർ എന്ത് ചെയ്യും? പർച്ചേസ് ലെഡ്ജർ ക്ലർക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യും. ഈ ലെഡ്ജർ ക്ലർക്ക് നോക്കുന്ന ഡോക്യുമെന്റ് കൗണ്ട് കൺട്രോൾ ആണെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ഇൻവോയ്സസ് ഇൻപുട്ട് ചെയ്തേക്കുന്ന കറക്റ്റ് ആണെന്ന് അറിയാൻ നമ്മളൊരു ഇൻവോയ്സ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സിന്റെ നമ്പർ ഓഫ് ഇൻവോയ്സ് മാത്രമാണോ കൗണ്ട് ചെയ്യേണ്ടത്? അല്ല, അതിന്റെ അല്ല, വാല്യൂ എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇൻവോയ്സും കൺസിഡർ ചെയ്യണം. വാല്യൂ ഓഫ് ഇൻവോയ്സ് കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമലി വാല്യൂ ഓഫ് ഇൻവോയ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? നമ്മൾ എന്ത് പറയാൻ പറ്റുക? നമ്മുടെ സപ്ലയർ ബാലൻസസ് ആണ്. അപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് ആയിരിക്കും ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഒന്നെങ്കിൽ സപ്ലയർക്ക് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇൻകറക്റ്റ് പേയ്മെന്റ്സ് ആയിരിക്കും പോവുക, അല്ലെങ്കിൽ സപ്ലയർക്ക് പേയ്മെന്റ്സ് തന്നെ പോകാണ്ടിരിക്കും. അപ്പൊ സപ്ലയർ എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയാം? ദ പേറോൾ ലെഡ്ജർ ക്ലർക്ക് കൺസിഡേഴ്സ്
number of invoices while inputting into the system, but the amount of invoice is not considered. Therefore, there can be chances that incorrect invoices might have been input, which may result in suppliers receiving incorrect amounts, or the supplier might not receive payment at all, resulting in supplier dissatisfaction or unwanted cash outflows. Recommendation കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? Should consider. ledger clerk നല്ല സുഖമായിട്ട് എന്ന് പറയാം. നോക്കിയിട്ടല്ല. The purchase ledger clerk should consider the number of invoices and the amount of invoices while inputting into the system എന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റിയോ? ഇത് ക്വാണ്ടിറ്റി ആണ്, ഇൻവോയ്സിന്റെ ക്വാണ്ടിറ്റി ആണ് അവർ ഓൾറെഡി ചെക്ക് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നല്ലേ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ആണോ അത്? അത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ എന്താ? എണ്ണമല്ലേ ക്വാണ്ടിറ്റി. അതെ. അവർ ചെക്ക് ചെയ്യുന്ന എന്താ? നമ്പർ ഓഫ് ഇൻവോയ്സസ് തന്നെയാണ്. അത് അവർ ചെയ്യുന്നുണ്ട്. അവർ നോക്കുന്നില്ലാത്ത എന്താ? എമൗണ്ട് ഓഫ് ഇൻവോയ്സസ് ആണ് നോക്കാത്തത്. അപ്പൊ അതും കൂടെ അഡീഷണലി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്കിവിടെ ഡെഫിഷ്യൻസീസ് ഉള്ളത്. നമ്മളോട് 5 ഡെഫിഷ്യൻസി ആയിരുന്നു ചോദിച്ചത്, മൊത്തം 6 ഡെഫിഷ്യൻസീസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇങ്ങനെയായിരിക്കും നമ്മളോട് ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ്റെയും അതേപോലെ തന്നെ ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസിൻ്റെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? പ്രോപ്പർലി മനസ്സിലായോ? Yes, sir. സോ അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ്റെ പ്രോപ്പർലി മീനിങ് ആണ് ഡിസ്കസ് ചെയ്ത് ഓരോന്നിൻ്റെയും. നമ്മൾ എന്നും മീനിങ്ങിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മീനിങ് പ്രോപ്പർലി ഓൺ വേർഡ്സ് എഴുതുക. എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ് ആസ് വി ഡിസ്കസ്ഡ് ലാസ്റ്റ് ഡേ. ഒരു കാരണവശാലും ബൈഹേർട്ട് ചെയ്ത പോയിന്റ്സ് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ കിറ്റിലുള്ളതോ എഴുതി വെക്കരുത്. ഓൺ വേർഡ്സിൽ മീനിങ് തന്നെ എഴുതുക, അല്ലെങ്കിൽ നള്ളിഫൈഡ് ആവും. അതുകൊണ്ട് എപ്പോഴും ഓൺ വേർഡ്സിൽ മീനിങ് മനസ്സിലാക്കിയിട്ട് എഴുതുക. എഴുതുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഫോമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തന്നെ എഴുതാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോർ ഏരിയയും കവർ ആവും. സോ നമ്മൾ ഓഡിറ്റ് റിസ്ക് നോക്കി, ഇന്റേണൽ കൺട്രോൾസ് നോക്കി. ഈ 2 ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായി? സിലബസിന്റെ ഒരു മേജർ പോർഷനായി. കാരണം നമുക്കറിയാം 70 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവിനകത്ത് മേജർ പോർഷൻ എന്ത് തന്നെയാണ്? അതായത് 50 മാർക്സിന് ചോദിക്കുന്നതും ഇന്റേണൽ കൺട്രോൾസും ഓഡിറ്റ് റിസ്ക്കും കൂടെയാണ്. ബാക്കി 20 മാർക്കിനാണ് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ സബ്സ്റ്റാൻറ്റീവും കൂടെ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്താണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മജോറിറ്റി ഓഫ് പോയിന്റ്സ് റിപ്പീറ്റേഷൻ ആണ്. ശരിയല്ലേ? ഇവൻ ഡയറക്ട് കൺട്രോൾസ് ചോദിച്ചേക്കുന്നതാണ് റിപ്പീറ്റേഷൻ ആണ്. പണ്ട് നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ റെക്കമെൻഡേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പല പോയിന്റ്സ് ആണ് ഇവർ ഈ പ്രാവശ്യം സ്ട്രൈറ്റ് അവേ സ്ട്രെങ്ത് ആയിട്ട് തന്നെ തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി പിക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. സോ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൺട്രോൾസിന്റെ നോട്ട്സ് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക, ഓരോ സിസ്റ്റംസും നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇന്നത്തെ ഒരു ദിവസം ഒരു കാര്യം ചെയ്യാം. നമ്മുടെ റെഗുലർ ക്ലാസ് പ്രത്യേകം അറ്റൻഡ് ചെയ്തവർ ഇന്നത്തെ ദിവസം ഓൾ ദി 6 സിസ്റ്റംസ് റിവൈസ് ചെയ്യാം. നമ്മുടെ ആ ഓരോ സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. ആ ഓരോ സിസ്റ്റംസും റിവൈസ് ചെയ്യുക. നമ്മൾ അതിന് ഒരു പ്രോപ്പർ നോട്ടും ഫോളോ ചെയ്തായിരുന്നു. ബിലീവ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സോ ആ നോട്ട് വെച്ച് തന്നെ എന്ത് ചെയ്യുക? കൺട്രോൾ ഒബ്ജക്റ്റീവ്സ് ഓരോന്നും പഠിക്കുക. അതുപോലെ തന്നെ കൺട്രോൾ ആക്ടിവിറ്റീസ് പ്രോപ്പർലി നോക്കി വെക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോകാൻ നിൽക്കുക. അതുപോലെ തന്നെ അത് ഏറ്റവും വൃത്തിക്ക് തന്നെ നോക്കുക കേട്ടോ. ഏതെങ്കിലും പോയിന്റ്സ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡിങ്സ് അറ്റൻഡ് ചെയ്യുക. കാരണം അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് പ്രോപ്പർലി അറിയാന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും സ്ട്രെങ്ത് മെയിൻലി പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ആ പോയിന്റ്സ് ബൈഹേർട്ട് അല്ല ചെയ്യേണ്ടത്, ആ പോയിന്റ്സിന്റെ മീനിങ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? മീനിങ് തന്നെ മനസ്സിലാക്കാനായിട്ട് നോക്കുക കേട്ടോ. സോ കൺട്രോൾ ആക്ടിവിറ്റീസിൻ്റെ അകത്തുള്ള ഓരോന്നിൻ്റെയും മീനിങ് പ്രോപ്പർലി നോക്കണം. ഞാൻ കൺട്രോൾ ആക്ടിവിറ്റീസിൻ്റെ ഫയൽ ആരുടെയും കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഇതായിരുന്നു നമ്മളന്ന് കൺട്രോൾ ആക്ടിവിറ്റീസ് നോക്കിയത്. സെയിൽസ് സിസ്റ്റത്തിന് ഓരോന്നും എന്തിനാണ്, പർച്ചേസ് സിസ്റ്റത്തിന് ഓരോന്നും എന്തിനാണ്, ഇൻവെന്ററിക്ക് എന്തിനാണ്, ക്യാഷ് ആൻഡ് ബാങ്കിന് എന്തിനാണ്, ക്യാഷിൻ്റെ തന്നെ ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റും, പേ റോളിൻ്റെ എന്തിനാണ്, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനാണെന്നൊക്കെ പഠിച്ചായിരുന്നു. ഇതിനകത്ത് ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തിനൊക്കെയാണ്? സെയിൽസ്, പർച്ചേസ്, പേ റോള്. അതിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്തത്. പിന്നെ നിങ്ങളിപ്പോൾ ഡയറക്ട് കൺട്രോൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എക്വെസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. എക്വെസ്ട്രെയിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ നമ്മളോട് ഡയറക്ട് കൺട്രോൾസും ചോദിക്കുന്നുണ്ട്, ഡെഫിഷ്യൻസിയും ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റിൻ്റെ അകത്ത് ഓൾ ദി 6 സിസ്റ്റംസും കവർ ചെയ്യുന്നുണ്ട്. സോ എക്വെസ്ട്രെയിൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സിസ്റ്റംസും ഒരേ സമയം കവർ ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അതുപോലെ തന്നെ ബ്രോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ബ്രോൺസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ടൈം എവർ നമ്മൾ ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തു. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, അതും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു റിവിഷൻ ക്ലാസ് വരെ നമ്മൾ ചെയ്തു വന്ന സെയിം ഓർഡറിൽ തന്നെ ചെയ്യാം. ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യന് പുറകോട്ട് പോവാം. ആ ഒരു പാറ്റേണിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരൊറ്റ കാര്യമാണ് എല്ലാവർക്കും ഏറ്റവും മെയിൻ അഡ്വൈസ് ആയിട്ട് തരാനുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു കാരണവശാലും ഓഡിറ്റ് റിസ്കിന്റെ ടോപ്പിക് തീർത്തിട്ട് ഇന്റേണൽ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇന്റേണൽ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഡിറ്റ് റിസ്ക്കും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു കാരണവശാലും സെയിം ഡേ തന്നെ 2-3 ക്വസ്റ്റ്യൻ ഓഡിറ്റ് റിസ്കിന്റെ തന്നെ ചെയ്യരുത്. എപ്പോഴും
pattern should be same. Every day you need to practice one question from internal control and one question from audit risk. അങ്ങനെ ഡെയിലി ബേസിസിൽ രണ്ടീന്നും ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. ഇപ്പം മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ഓഡിറ്റ് റിസ്കിനെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുക. നാളെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, രണ്ട് ഇന്റേണൽ കൺട്രോളിൻ്റെയും ഒരു ഓഡിറ്റ് റിസ്കിൻ്റെയും ചെയ്യുക. മറ്റന്നാൾ നേരെ തിരിച്ച് ചെയ്യുക. അങ്ങനെ രണ്ടീന്നും മിക്സ് ചെയ്ത് വേണം ചെയ്തു പോകാൻ. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോളും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് തമ്മിൽ മാറിപ്പോവും, റെക്കമെൻഡേഷനും റെസ്പോൺസും തമ്മിൽ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇന്നത്തെ മെയിൻ സമ്മറി ഇതാണ്. എപ്പോഴും ഓർത്ത് വെക്കുക, നമ്മൾ ഡയറക്റ്റ് കൺട്രോൾസിൻ്റെ അകത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്നതിൽ നമ്മൾ ചോദിക്കുന്നത് ഓഡിറ്ററിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളതാണ്. ഡെഫിഷ്യൻസിയുടെ റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഡെഫിഷ്യൻസിക്ക് റെക്കമെൻഡേഷൻ കൊടുത്തു, അവിടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ അകത്തും ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുക. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് റിസ്കിന് എഴുതുന്നതിനും ഓഡിറ്റർ എന്താ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇഫക്റ്റീവ്ലി ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ ഇന്റേണൽ കൺട്രോൾസിന്റെ റെക്കമെൻഡേഷനിൽ മാത്രമാണ് മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ബാക്കി എല്ലാ കേസിലും ഓഡിറ്റർ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്നുള്ളതാണ് പറയുക. അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എഴുതുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അവിടെ എന്താണോ റിസ്ക് ഉള്ളത്, ആ റിസ്ക് ശരിക്കും ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടായിരിക്കും. സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഇതാണ് ഇത് മൂന്ന് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വ്യത്യാസം പ്രോപ്പർലി മനസ്സിലാക്കുക, അത് പ്രോപ്പർലി മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്. സോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. ആസ് ഓൾവേസ് പറയാറുള്ള പോലെ തന്നെ 3 ടൈംസ് തന്നെ സെയിം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. കാരണം ബാക്കിയെല്ലാം നമ്മൾ 3 ടൈംസ് പ്രാക്ടീസ് ചെയ്താണ്. അപ്പോൾ ഇതും 3 ടൈംസ് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും നല്ലപോലെ പഠിക്കുക. ഈ പ്രാവശ്യം തന്നെ എല്ലാവരും എക്സാം ക്ലിയർ ആവട്ടെ. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു.